ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് അന്തേവാസികളെ കാണിച്ചു തരാം. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, നമ്മുടെ റോഡിലൊക്കെ പണികളൊക്കെ ആയിരുന്നു, ടാറിടലൊക്കെ ആയിരുന്നു. അപ്പോൾ നേരത്തെയൊക്കെ കുറേ നാളായിട്ടോ ഇവിടെ ടാറൊക്കെ ഇട്ടിട്ട്, വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ വന്നത്. ഇപ്പോൾ ഇവർ കുറച്ചുകൂടെ വീതി കൂട്ടിയിട്ടുണ്ട് റോഡിനൊക്കെ. അപ്പോൾ കണ്ടില്ലേ, റോളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു നല്ല രീതിയിലൊക്കെ തന്നെ അവർ ടാറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊന്നും പോകത്തില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ടാറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇതുവഴി വണ്ടിയൊക്കെ ഓടിച്ചു പോകാം. ഇനി ബാക്കി കുറച്ചുകൂടെ റോഡിലൊക്കെ അവർ ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എനിക്കിത് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ നല്ലൊരു സന്തോഷം തോന്നി. നല്ല വെയിലാണ് കേട്ടോ. ഈ ടാറൂടൊക്കെ ഇട്ട സമയത്ത് നല്ല ചെരുപ്പൊന്നുമില്ല, നടക്കാനേ പറ്റത്തില്ല. നല്ല അടിപൊളി വെയിലാണ്. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ വീട്ടിൽ മീനൊക്കെ വെട്ടുന്ന സമയത്തുണ്ടല്ലോ എപ്പോഴും വരുന്ന കുറച്ച് ആൾക്കാരാണ് കേട്ടോ. ഈ ഒരു പൂച്ച, അതുപോലെ തന്നെ ഈ ഒരു പട്ടി പുതിയ ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ പട്ടിക്കുട്ടിയൊക്കെ വളർത്തുന്ന ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പട്ടിയൊന്നും ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പോൾ പക്ഷേ ഈ പട്ടിക്കുട്ടി ചത്തുപോയതിന് ശേഷം നമ്മുടെ വീട്ടിലോട്ട് വരുന്ന പട്ടികളെല്ലാം നമ്മളിപ്പോൾ അങ്ങ് സ്നേഹിക്കുകയാണ്. ഈ പട്ടിയാണെങ്കിൽ സ്ഥിരം ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഉച്ച സമയത്തൊക്കെ വരും. അങ്ങനെ ഇപ്പോൾ അമ്മ ചോറൊക്കെ കൊടുത്ത് ഇപ്പം ഇവിടെ അങ്ങ് സെറ്റിലായിട്ടുണ്ട് ആള്. ഒന്നും കിട്ടിയില്ലേ? മീനൊന്നും തന്നില്ലേ? കുഞ്ഞിന് മീനൊന്നും തന്നില്ലേ? ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഒന്ന് ചിരിച്ചേ. ചിരിക്കാമെങ്കിൽ മീൻ തരാം, കരയണ്ട. ചിരിക്ക് 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 ചിരിക്ക്. ചിരിക്കാമെങ്കിൽ 2 മീൻ തരാം. ഇവനാരാ? എന്തുവാടാ നിൻ്റെ പേര്? ഏടാ, ഇത് മീനെല്ലാം അടിച്ചു മാറ്റുന്ന കള്ളനാണിത്. അവിടെ അങ്ങ് ഇരുന്ന് ഇതൊരു സുഖം ഉള്ള മീനെല്ലാം തിന്ന്. സുന്ദരിയാണല്ലോ. സുന്ദരിയാണല്ലോ. അത് സുന്ദരനാണോ? ഹായ്. ഓഹോ, അയ്യോ, ഇങ്ങോട്ട് നോക്കിക്കേ. എങ്ങോട്ട് ഓടുന്നേ? പട്ടിയും പൂച്ചയും മാത്രമല്ല, കാക്കയും കുറേ കരിയിലക്കിളികളും എല്ലാം ഉണ്ട് ഇവിടെ. പൊന്മാനും എല്ലാം ഉണ്ട് ഇവിടെ. നമ്മളെന്തെങ്കിലും വേസ്റ്റൊക്കെ കൊണ്ടിടുന്ന സമയത്ത് ഇവരെല്ലാം കൂടി വരും. അങ്ങനെ നമ്മുടെ പറമ്പെല്ലാം നല്ല വൃത്തിയാക്കി തരും. പിന്നെ ഇവിടെ ഒരാളിരിപ്പുണ്ട് കേട്ടോ, അണ്ണാനെ. ഇതങ്ങനെ പെട്ടെന്ന് അങ്ങനെ താഴോട്ട് ഇറങ്ങത്തില്ല. നമ്മൾ ആരും ഇല്ലാത്ത സമയത്ത് താഴെ വന്ന് എന്തെങ്കിലുമൊക്കെ പെറുക്കി തീന്നിട്ടൊക്കെ പോവും. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ശബ്ദം കേട്ടില്ല, ഞാൻ ഇന്നാണ് അറിഞ്ഞത് ഇതിൻ്റെ ശബ്ദമാണെന്നുള്ളത്. സാധാരണ ഞാൻ വിചാരിച്ചില്ല, കുഞ്ഞി കുരുവിയില്ലേ, അതിൻ്റെ ശബ്ദമാണെന്നാണ് വിചാരിച്ചത്. നല്ല യമണ്ട ശബ്ദമാണ് ഇതിൻ്റെത്. പിന്നെ ഇതാണെങ്കിൽ ഈ ഒരു കൊലയൊക്കെ കണ്ടില്ലേ, ഇതിനകത്താണ് മിക്ക സമയവും. ഞാൻ ആ ഒരു വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഏത് സമയത്ത് ഇപ്പോൾ ഈ ഒരു ചക്കയൊക്കെ നമുക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും ഈ ഒരു പ്ലാവയിലായിരിക്കും ഉള്ള അണ്ണാനല്ല. അപ്പോൾ ഞാൻ ഈ കൊല കണ്ടപ്പോഴാണ് ഇതിനകത്ത് ഈ കൂമ്പ് ഒടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ അത് ഒടിച്ചെടുത്തു, നല്ലൊരു അടിപൊളി തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ കണ്ടോ കയറിപ്പോകുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെയൊക്കെ കാര്യങ്ങൾ. പിന്നെ ഇത് ഈ ഒരു സംഭവത്തിനെ കണ്ടോ, ഇത് വേട്ടാവളിയനോ കടന്നലിൻ്റെ കുഞ്ഞോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നേരത്തെ തൊട്ടേ നമ്മുടെ വീട്ടിലിങ്ങനെ വരുന്നത്. ഞാനിത് കാണുന്ന സമയത്തിൽ ഇതിനെ അങ്ങ് പൊളിച്ച് കളയും. ഈ ഇടയ്ക്ക് ഞാൻ ഈ ഒരു കയറിനകത്ത് ഇങ്ങനെ നനഞ്ഞ മണ്ണിങ്ങനെ വെച്ചേക്കുന്നത് ഞാൻ കണ്ടതാണ്. പക്ഷെ ഇപ്പോഴാണിത് ഇത്രയും നല്ലൊരു കൂടാക്കിയത് കണ്ടത്. നല്ല ഷേപ്പിലല്ലേ ഇതെല്ലാം പണിഞ്ഞു വെച്ചിരിക്കുന്നത്. നല്ല കലാവിരുത്. അല്ല കുത്തുവോന്ന് അറിയത്തില്ല. ഇപ്പം ഞാനിത് കാണുമ്പോൾ എല്ലാം എടുത്ത് കളയും. ഇതിപ്പോൾ നമ്മുടെ വീടിനകത്ത് ടേബിളിനടിയിൽ വരെയും കസേരയുടെ അടിയിലും എല്ലാം ഉണ്ട് ഇങ്ങനെ കൂട് കൂട്ടിയിട്ടേക്കുന്നത്. നല്ല ഷേപ്പിലാണ് ഇത് പണിഞ്ഞിട്ടേക്കുന്നത്. പക്ഷേ ഞാനിതങ്ങ് നശിപ്പിച്ച് കളയും. പിന്നെ ഇവിടെ ഒരാൾ കിടക്കുന്നത് കണ്ടോ, ഉച്ച സമയത്ത് നല്ല ഉറക്കമാണ്. ഇവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിടക്കുവാണ്. ഇവിടെ പണിയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൈകുന്നേരം അവർക്ക് ചായയൊക്കെ കൊടുക്കുന്ന സമയത്ത് അന്നേരവും വരും അവന്. നമ്മളെന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവന് ഇവിടെ ഒരു നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞു തരാവേ. ഇങ്ങനെ ഇപ്പം ഇവിടെ സ്ഥിരമാണ് ഇവന്. ഫുഡൊന്നും കൊടുത്തില്ലെങ്കിൽ ഇവന് അടുക്കളയുടെ വാതിൽക്കൽ മാറത്തില്ല കേട്ടോ, നല്ല സമരമായിരിക്കും. ഇപ്പം നല്ല ഫുഡൊക്കെ അടിച്ചുള്ള കിടപ്പാണ്, കണ്ടില്ലേ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ പട്ടിക്കുട്ടിയുടെ അമ്മയാണ്. അപ്പം ദേ ഈ ഒരു കാട്ടിൽ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നത് കണ്ടോ, അത് ആ പട്ടിയാണ് കേട്ടോ. ഞാൻ അവനെ വിരട്ടി അതിനകത്താക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു പട്ടിക്ക് നമ്മൾ ചോറ് കൊടുക്കുന്ന സമയത്ത് അത് വന്നിട്ട് ഇതിനെ ഓടിക്കും. അപ്പോൾ ഇത് മുഴുവൻ അവൻ അങ്ങ് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ ഒന്ന് വിരട്ടി മാറ്റിയിട്ട് ഈ തള്ളപ്പട്ടിക്ക് ചോറ് കൊടുക്കുവാണേ. പിന്നെ അത് തള്ളപ്പട്ടിയെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവന് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും അതിനെ തിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കില്ല മറ്റേ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു. നല്ല രസമുണ്ട്. കുറേ നേരം നല്ല ക്ഷമയോടെ അവൻ അവിടെ ഇരുന്നെന്നുള്ളതാണ്.
പിന്നെ ഇപ്പോൾ ഈ 2 പട്ടികളാണ് നമ്മുടെ ഈ പറമ്പിലൊക്കെ വരാറുള്ളത് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്ന ഇവർ 2 പേരുവാ. ഇത് കുറേ വർഷമായിട്ടുള്ളൊരു പൂച്ചയാണ്. ഇവിടെ സ്ഥിരമാണ്. നമ്മുടെ അടുക്കള കയറുന്നതാണ് ഇവൻ്റെ പണി. ഹായ് ഹായ്, അടുക്കള കയറാൻ പോവുകയാണോ? അടുക്കള കയറാൻ വന്ന് നിൽക്കുവാണോ? ശരിക്കും ഇത് നല്ല കുരുട്ടുബുദ്ധിയുള്ളൊരു പൂച്ചയാണേ. നമ്മൾ ഈ അടുക്കളയിൽ ആളില്ലാത്ത സമയം നോക്കി ഇത് വലിഞ്ഞു കയറും. നല്ല എയറൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇത് നമ്മുടെ തള്ളപ്പട്ടി ഉണ്ടല്ലോ, നമ്മളെ നല്ല ബഹുമാനം. നമ്മളെപ്പോൾ അടുത്ത് വന്നാൽ ഇതങ്ങ് ഓടിപ്പോവും. ഇതങ്ങനെ അധികം ഇണങ്ങാത്തൊരു പട്ടിയാണേ. ഇവിടെ ഇത് കണ്ടോ, ഞാൻ വൈകുന്നേരം ഇവിടെ ചായക്കടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് കുറച്ച് എടുത്ത് കൊടുക്കാനായിട്ട് വന്നതാണ്. 2 നല്ല കീരിയും പാമ്പുമാണ്, പിന്നെ അങ്ങ് ഇരിക്കുവാണ്. സാധാരണ പട്ടിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ പൂച്ച ഓടിക്കാറാണേ പതിവ്. കുറേ എണ്ണത്തിനെയൊക്കെ കൊന്നൊക്കെ ഇടുവേ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ ചിരി വരുന്നുണ്ട്. എന്തൊരു ഐക്യം. ആർക്ക് വേണം? പറമ്പിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട്. പാറ്റയും പല്ലിയൊക്കെ ഉണ്ട്. നേരത്തെയൊക്കെ എലി ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഇല്ല. ഇപ്പോൾ നമ്മളിവിടെ അടുക്കളയിൽ ഇങ്ങനെ ഡോറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ ശല്യമില്ല. ഒരു രാത്രി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ പാറ്റയും പല്ലിയൊക്കെ ഇവിടെ വരുന്നത്. ഇപ്പോൾ ഈ ഡോറ് വെച്ച സമയത്ത് ഞാൻ ഒരിക്കൽ കണ്ടതാണ്, ഈ പാറ്റ കുറേ നേരം ശ്രമിച്ച് നോക്കുകയാണ് ഇതിനകത്തോട്ട് കയറാനായിട്ട്, പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ഇതൊരു നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാറ്റയുടെ പല്ലിയുടെ ഒന്നും ശല്യം ഇപ്പോൾ അധികം അങ്ങനെ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ രാത്രിയിൽ ഞാൻ പറഞ്ഞില്ലേ ഇവനിവിടെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടെന്ന്. ഇവന് ഒരു 11 മണി വരെയൊക്കെ ഇവിടെ കാണും കേട്ടോ. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴാണ് ഇവിടെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പട്ടി അതുപോലെ തന്നെ തള്ളപ്പട്ടിയൊക്കെ കുറേ പട്ടികളിട്ടിങ്ങനെ ആക്രമിക്കും. അപ്പോൾ ഈ രാത്രിയിൽ നമ്മളെല്ലാം ഉറങ്ങിക്കഴിയുമ്പോഴായിരിക്കും വേട്ടപ്പട്ടികളെല്ലാം കൂടെ വന്നിട്ട് ഇതിനെ ഇട്ട് ഓടിക്കും. അങ്ങനെയാണ്. അപ്പോൾ അത് പകലാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് കിടക്കുന്നത്, ഈ ആൾക്കാരുള്ളിടത്ത് വന്ന് കിടക്കുന്നത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ വന്നിട്ട് റെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ്. അപ്പോൾ രാത്രി കണ്ടില്ല, നല്ല ഉറക്കമാണ്. നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ടാണ്, നമ്മുടെ മുന്നിൽ വെച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് ഉറങ്ങുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇവിടുന്ന് അങ്ങ് എങ്ങോട്ടൊക്കെ ഓടിപ്പോവും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ കുറേ കൃഷിയുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഒരു കൂർക്ക വിളവെടുപ്പ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ പോസിറ്റീവ് റെസ്പോൺസൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് കുറേ സന്തോഷമായി. അപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്കിയുള്ള വീഡിയോസും കൂടിയൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. വീണ്ടും കാണാം.